നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ മഴ ശക്തം. കാര്യങ്കോട് പുഴയുടെ കരകളിലുള്ളവർ ജാഗ്രത പാലിക്കണം. വീരമലക്കുന്ന് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിച്ച സംഭവം. പ്രതിക്കായി കർണാടകത്തിന് പുറമെ ഗോവ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. വൈദ്യുതി, വെള്ളം എന്നീ സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വനിതകൾക്കായി നിർമ്മിച്ച വിശ്രമ കേന്ദ്രം ഉടൻ തുറന്നു നൽകും. അകക്കണ്ണിന്റെ വെളിച്ചം കൊണ്ട് ഇന്ത്യയെ തൊട്ടറിഞ്ഞ് കാസർഗോഡ് സ്വദേശി ദിലീപ്. യാത്രയെ സ്നേഹിക്കുന്ന ദിലീപ് കാഴ്ചാ പരിമിതിയെ വകവയ്ക്കാതെ താണ്ടുന്ന ദൂരങ്ങളേറെ. ഇടയിലക്കാട്ടിൽ ലോക ജൈവ വൈവിധ്യ ദിനാചരണം സംഘടിപ്പിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നെല്ലിക്കുന്ന് സ്കൂൾ ഫോർ ഗേൾസിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ മഴ ശക്തം. കാര്യങ്കോട് പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ പുഴയുടെ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. ദേശീയപാതയിൽ ചെറുവത്തൂർ വീരമലക്കുന്ന് മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. കുന്നിൻ മുകളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളവും മണ്ണും പ്രദേശത്ത് അപകട ഭീഷണി ഉയർത്തുന്നു. ചരിത്ര പ്രാധാന്യമുള്ള വീരമലക്കുന്നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. കുന്നിടിക്കലും അനധികൃത മണലെടുപ്പും വീരമലക്കുന്നിന്റെ നാശത്തിന് കാരണമായി. 6 വരി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കുന്നിടിച്ചുള്ള അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇപ്പോൾ അപകട സാധ്യത ഉയർത്തിയത്. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ദേശീയപാതയോട് ചേർന്നാണ് ഇപ്പോൾ കുന്നിടിച്ചിൽ രൂക്ഷമായിരിക്കുന്നത്. വെള്ളവും മണ്ണും റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത്. കുന്നിൽ നിന്ന് ശക്തമായ വെള്ളമൊഴുക്കുണ്ടാകുന്നതോടെ മലയിടിച്ചിലിനും സാധ്യതയുണ്ട്. കുന്നിന്റെ വലിയൊരു ഭാഗം ഏത് സമയത്തും ഇടിഞ്ഞു വീഴാൻ പാകത്തിലാണ് നിൽക്കുന്നത്. ഇവർ മാന്തിയിൽ കൊളാക്കി വെച്ചല്ലേ, പണിയെടുക്കുമ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ പണിയെടുക്കണം. അത് പണിയെടുക്കുമ്പോൾ കട്ടിങ് എന്ന് വെച്ചാൽ അത് കട്ടിങ് ക്ലിയർ ഇല്ല. ഒന്ന് അത് അങ്ങോളമില്ല. അത് ആ സമയത്ത് എടുക്കേണ്ട സ്ഥലമൊന്നുമില്ല. എല്ലാം എടുത്ത് എല്ലാം കമ്പനി മാന്തിരി ഇവർ കൊണ്ടുപോയി. ഇപ്പോൾ ഇതിൽ അവസ്ഥ ഇതിപ്പോൾ എന്നെ ഇപ്പോൾ എല്ലാം അറിയല്. എന്നെ അടുത്ത മഴയൊക്കെ നല്ല സംഭവം അറിയല്. ഇതുപോലെ കുറച്ച് മഴയെ വന്നിട്ടില്ലോ. എൻ്റെ കാലാവസ്ഥ വരുമ്പോൾ എല്ലാം മാറ്റം വരും. മാറ്റം വരുന്ന ഇത് നടക്കാൻ കഴിയില്ല. ഇന്നലെ ഫുള്ള് റോട്ടിൽ വെള്ളമാണ്. ഈ റോട്ടിൽ കമ്പനി പനിയാണ് അത് ഫുള്ള് വെള്ളമാണ് ഇന്നലെ. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാൻ ഉത്തരവാദിത്തം കൊണ്ട് വേണം. നീലേശ്വരം കാര്യങ്കോട് പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഇരു കരകളിലും താമസിക്കുന്നവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നീലേശ്വരം പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജിലേക്കുള്ള ജലനിരപ്പ് അപകട നിലയിലേക്ക് ക്രമാതീതമായി കൂടുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന് ഷട്ടറുകൾ ഏത് സമയത്തും തുറക്കുന്നതാണെന്ന് ജലസേചന വകുപ്പ് അറിയിച്ചു. ഇതിനിടയിൽ പൈവളികയിൽ ഇടിമിന്നലിൽ 3 പേർക്ക് പരിക്കേറ്റു. പൈവളികെ കയ്യാർ ബോളമ്പാടിയിലെ പരേതനായ സഞ്ജീവയുടെ ഭാര്യ യമുന, മക്കളായ പ്രമോദ്, സുധീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ഉപ്പളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിമിന്നലിൽ വീടിന്റെ മേച്ചിലോടുകൾ ഇളകി വീണാണ് ഇവർക്ക് പരിക്കേറ്റത്. അപകടമുണ്ടായ വീടിനടുത്ത് പുതുതായി നിർമ്മിച്ച കോൺക്രീറ്റ് വീടിന് വിള്ളലുണ്ടാവുകയും വയറിംഗ് കത്തി നശിക്കുകയും ചെയ്തു. കേടുപാടുണ്ടായ 2 വീടുകളും മഞ്ചേശ്വരം തഹസിൽദാർ വി ഷിബു സന്ദർശിച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ തീരദേശത്തുള്ളവർക്കും മലയോര മേഖലയിലും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിച്ച കേസിൽ പ്രതിയെ തേടി പരക്കം പാഞ്ഞ് പോലീസ്. പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതാണ് അന്വേഷണം വഴിമുട്ടിക്കുന്നത്. കർണാടകയ്ക്ക് പുറമെ ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കാസർഗോഡ് പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിച്ച സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടുവാനാകാതെ പോലീസ്.
ബുധനാഴ്ച പുലർച്ചെ 2:30 നാടിനെ നടുക്കിയ അതിക്രമം നടന്നത്. വ്യാഴാഴ്ച തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. തുടക്കത്തിൽ പ്രതിയെന്ന സംശയത്തെ തുടർന്ന് ഒരാളെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ചോദ്യം ചെയ്യലിൽ ഇയാളല്ല അതിക്രമം നടത്തിയതെന്ന് കണ്ടെത്തുകയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ KCN ന്യൂസ് പുറത്തുവിട്ട പ്രതിയുടെ CCTV ദൃശ്യങ്ങളാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. മുഖം വ്യക്തമല്ലാത്ത ദൃശ്യങ്ങളിൽ പ്രതിയുടെ നടത്തവും ശരീരപ്രകൃതവും തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് അന്വേഷണം ഇയാളെ കേന്ദ്രീകരിച്ചായിരുന്നു. അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് പുറത്തു വന്നത്. നേരത്തെ ബന്ധുവായ 14 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതി 3 മാസം ജയിലിൽ കഴിഞ്ഞു. 5 ദിവസം വരെ ആഹാരം പോലുമില്ലാതെ കഴിയും. പലപ്പോഴും ഉറക്കം തെങ്ങിൻ തോപ്പുകളിൽ. തേങ്ങ മോഷണവും പതിവ്. 7 രീതിയിൽ മുടിചീകി രൂപമാറ്റം നടത്തുവാൻ വിരുദ്ധൻ. ഭാര്യയെയും മക്കളെയും സ്ഥിരമായി മർദ്ദിക്കും. സ്വന്തമായി ഫോൺ ഉപയോഗിക്കില്ല. ഇങ്ങനെ നീളുന്നു വിചിത്ര സ്വഭാവം. ഭാര്യയുടെ സഹോദരങ്ങളുടെ ബൈക്കെടുത്ത് കറങ്ങുന്ന ശീലവും പ്രതിക്കുണ്ട്. ഇത്തരത്തിൽ ബൈക്കുമായി പോയി സുള്യ മടിക്കേരിയിൽ മാല തട്ടിപ്പറിച്ച കേസുമുണ്ട്. ബന്ധുവായ പെൺകുട്ടിയെ പീഡിപ്പിച്ചതും ബൈക്കിൽ കൊണ്ടുപോയാണ്. പടന്നക്കാട് ബാലികയെ പീഡിപ്പിച്ച സംഭവം നടന്നതിന് 2 ദിവസം മുൻപ് പ്രതി ബൈക്കിൽ കറങ്ങിയിരുന്നതായും പോലീസ് പറയുന്നു. ഇയാൾക്കായി കേരളത്തിന് പുറമെ കർണാടക, മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ തിരച്ചിലാണ് പോലീസ് നടത്തുന്നത്. പ്രധാനമായും ബന്ധുവീടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പ്രതി ഇയാളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും കേസിൽ ഇതുവരെ ആരെയും പ്രതി ചേർത്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വനിതകൾക്കായി നിർമ്മിച്ച വിശ്രമ കേന്ദ്രം ഉടൻ തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം. വൈദ്യുതി, വെള്ളം എന്നീ സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തികളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്നും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാലുടൻ വിശ്രമ കേന്ദ്രം തുറന്നു നൽകുമെന്നും നഗരസഭാ ചെയർമാൻ അറിയിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വനിതകൾക്കായി നിർമ്മിച്ച വിശ്രമ കേന്ദ്രം ഉടൻ തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അറിയിച്ചു. വൈദ്യുതി, വെള്ളം എന്നീ സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാലുടൻ വിശ്രമ കേന്ദ്രം തുറന്നു നൽകുമെന്നും നഗരസഭാ ചെയർമാൻ KCN ന്യൂസിനോട് പറഞ്ഞു. കാസർഗോഡ് നഗരസഭയുടെ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം, അതിൻ്റെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുകയുണ്ടായി. പക്ഷേ നമുക്കത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞത് നമ്മുടെ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിന് വെള്ളത്തിൻ്റെയും കറണ്ടിൻ്റെയും ലഭ്യത ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാതിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതും പെരുമാറ്റം ചട്ടം എന്ന രീതിയിൽ അത് കഴിഞ്ഞ ഉടനെ അത് ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കാസർഗോഡ് നഗരസഭയ്ക്ക് സാധിക്കും. നഗരത്തിലെത്തുന്ന വനിതകൾക്ക് വിശ്രമിക്കാൻ ഒരിടം എന്ന ലക്ഷ്യത്തോടെയാണ് കാസർഗോഡ് നഗരസഭാ അധികൃതർ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം 18.88 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം പൂർത്തീകരിച്ചത്. യാത്രക്കാർക്ക് വിശ്രമിക്കാൻ ഒരിടം എന്ന ലക്ഷ്യത്തിലാണ് നിർമ്മാണം ആരംഭിച്ചതെങ്കിലും പിന്നീടത് വനിതാ വിശ്രമ കേന്ദ്രമായി മാറ്റുകയായിരുന്നു. 1 വർഷം മുൻപ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യാണ് കെട്ടിടോദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷത്തിലേറെയായിട്ടും വിശ്രമ കേന്ദ്രം തുറന്നു നൽകാത്തത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് KCN ന്യൂസും റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വനിതാ വിശ്രമ കേന്ദ്രം ഉടൻ തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അകക്കണ്ണിൻ്റെ വെളിച്ചം കൊണ്ട് ഇന്ത്യയെ തൊട്ടറിഞ്ഞ് കാസർഗോഡ് സ്വദേശി ദിലീപ്. കാഴ്ച പരിമിതിയെ വകവയ്ക്കാതെ മണാലി വരെ എത്തി നിൽക്കുന്ന ദിലീപിൻ്റെ വിശേഷങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി മനീഷ ആമി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചങ്ങായിമാരെ, ഇതാ ഹിമാചലിലെ ട്രഡീഷണൽ ഡ്രസ് ഇട്ടിട്ട് ഞാൻ ഒരു മുയലിനെയും പിടിച്ചിട്ട്, ഒരു ക്യൂട്ടായിട്ടുള്ള മുയലിനെയും പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര വൈബാണ്. പോകുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് വേറെ ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും യാത്രകൾ ജീവിതത്തിൽ മണാലിയിലാണ്. അകക്കണ്ണിന്റെ വെളിച്ചം കൊണ്ട് ഇന്ത്യയെ തൊട്ടറിഞ്ഞ് യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ദിലീപാണ് കൂടെയുള്ളത്. ദിലീപ്, ഇന്ത്യയെ മൊത്തം കാണണമെന്ന് തോന്നാനുള്ള ആഗ്രഹത്തിൻ്റെ പിന്നിൽ എന്താണ്? നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ലോകയാത്രകൾക്കാണ് ആദ്യം ശ്രമിക്കുക. പക്ഷേ അതിനു മുമ്പ് നമ്മൾ ഇന്ത്യ എന്താണെന്നും ഇന്ത്യയുടെ വൈവിധ്യം എന്താണെന്നും അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പം ഇന്ത്യ മൊത്തം യാത്ര ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് ചെറുതായിട്ട് അതൊക്കെ തുടങ്ങി മണാലി വരെ എത്തി നിൽക്കുന്നു.
ഈ യാത്രയിൽ ദിലീപ് നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു? നമ്മുടെ ഇന്ത്യൻ്റെ കാലാവസ്ഥ ആയിക്കോട്ടെ, സ്ട്രക്ചർ ആയിക്കോട്ടെ, അതൊക്കെ വെച്ച് ദിലീപ് നേരിട്ട ബുദ്ധിമുട്ടുകൾ. കാലാവസ്ഥ എന്ന് പറയുമ്പോൾ കാലാവസ്ഥ ഓൾറെഡി നമ്മുടെ ലോകത്ത് എല്ലായിടത്തും വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയാണ് ഉള്ളത്. എല്ലായിടത്തും ഒരു വൈവിധ്യമുള്ള കാലാവസ്ഥയാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ നമുക്കതൊരു ഡിഫിക്കൽട്ടായിട്ട് ഉള്ളതല്ല, കാരണം അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ബട്ട് നമ്മുടെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിലാണ് കടന്നു പോയിക്കൊണ്ടൊരു വൃത്തി കാര്യങ്ങൾ, അല്ലെങ്കിൽ റോഡുകൾ, വഴികൾ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി ചെസ് ചാമ്പ്യനാണ്, ഒരു നല്ല ക്രിക്കറ്റ് പ്ലെയറാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്, എല്ലാമാണ്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരങ്ങളും ഒക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിരിക്കാം. ഈ മേഖലയിലേക്കുള്ള വരവ്, മത്സരങ്ങളിലുണ്ടായ അനുഭവങ്ങൾ, അതിനെക്കുറിച്ച് പറയാമോ? ഞാനിതിൽ മിമിക്രി, ചെസ് എന്നൊക്കെ പറയുന്നത് ഞാൻ സാധാരണക്കാരുടെ കൂടെ ഒപ്പം തന്നെയാണ് മത്സരിച്ചിരുന്നത്. അത് വ്യത്യസ്തമായിട്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ മിമിക്രിയൊക്കെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും യൂണിവേഴ്സിറ്റി തലത്തെങ്കിലും സാധാരണ ഒന്നിച്ച് തന്നെയാണ് മത്സരിച്ചിരുന്നത്. ചെസ് എന്ന് പറഞ്ഞാൽ സാധാരണ യൂണിവേഴ്സിറ്റി ചാമ്പ്യനൊക്കെ ആയിരുന്നെങ്കിലും നമ്മൾ ഒരു സ്പെഷ്യൽ ബോർഡിലാണ് നമ്മൾ ചെസ്സ് കളിക്കുക. പക്ഷേ സാധാരണക്കാരോട് ഒന്നിച്ച് തന്നെയാണ് ചെസ്സിൽ മത്സരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഒന്നും മാറി നിൽക്കാതെ, സ്പെസിഫിക് ആവാതെ നമ്മൾ എല്ലാത്തിലും പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഉണ്ടായതാണ് ഈ വിജയങ്ങളൊക്കെ. കാസർഗോഡ് സ്വദേശിയാണ് ദിലീപ്. ബ്രണ്ണൻ കോളേജ്, മഹാരാജാസ് പോലെയുള്ള പ്രശസ്തമായ കോളേജുകളിൽ പഠിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പം കാസർഗോഡ് നിന്ന് ഇത്രയും ദൂരം പോയി പഠിക്കുന്ന സമയത്ത്, തിരിച്ച് നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു അനുഭവത്തെക്കുറിച്ച് പറയാൻ പറ്റുമോ? കാസർഗോഡ് എൻ്റെ ജന്മനാടാണ്. ഇവിടുത്തെ വൈവിധ്യവും, ഭാഷാ വൈവിധ്യവും അല്ലെങ്കിൽ സാംസ്കാരിക വൈവിധ്യമൊന്നും മറ്റുള്ള കേരളത്തിലെ ബാക്കിയുള്ള ജില്ലകളിലൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ കുറച്ചും കൂടി ബാക്കിയുള്ള ജില്ലകൾ കാസർഗോഡിനെ അപേക്ഷിച്ചൊരു ഡെവലപ്ഡ് ആണ്. അപ്പോൾ കാസർഗോഡ് ഇപ്പോൾ നമ്മുടെ ഒരു കുറച്ച് കാലമായിട്ടൊരു വികസനത്തിൻ്റെ പാതയിലാണ്. അപ്പോൾ ഇനിയും കാസർഗോഡ് നല്ല രീതിയിൽ നമ്മൾ മറ്റുള്ള ജില്ലകളെ പോലെ തന്നെ വളരേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ജനിക്കാൻ പറ്റി, ഇവിടെ ജീവിക്കാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഇവിടെ ഇനിയും വികസിക്കേണ്ടതുണ്ട് പല കാര്യങ്ങളിലും. അപ്പോൾ നമുക്ക് തിരിച്ച് ദിലീപിൻ്റെ യാത്രയിലേക്ക് വരാം. ദിലീപ് ഇങ്ങനൊരു യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ച സമയത്ത് കൂട്ടുകാരിൽ നിന്നായിക്കോട്ടെ, വീട്ടുകാരിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്ത് നിന്ന് ദിലീപിനെ കാണുന്ന ആൾക്കാരിൽ നിന്നായിക്കോട്ടെ, എന്തായിരുന്നു അവരുടെ പ്രതികരണം? പോയി വന്നതിന് ശേഷം ആ പ്രതികരണങ്ങൾ മാറിയോ? അതിനെക്കുറിച്ച്. അങ്ങനെയല്ല, യാത്ര ചെയ്യാൻ, എന്നെ തനിച്ച് യാത്ര ചെയ്യാൻ വിടുന്നത് തന്നെ എൻ്റെ പേരൻസാണ്. അവരുടെ ധൈര്യവും അവരുടെ വിശ്വാസവും കൊണ്ടാണ് എന്നെ ആദ്യമായിട്ട് എന്നെ പുറത്ത് വിടാൻ അവർക്ക് ഒരു വിശ്വാസം വന്നത്. അപ്പോൾ അവർ തന്നെയാണ് എൻ്റെ യാത്രയിലെ ഫസ്റ്റ് ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ അതിന് കൂടെ വരാൻ ആളുകളുണ്ട്. പിന്നെ പുറത്തുള്ള ആളുകളും ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ, നമ്മളറിയാത്ത ആളുകൾ വന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ അതൊക്കെ എന്നെ ഇത്തരം കാര്യങ്ങളിൽ എന്നെ സപ്പോർട്ട് ചെയ്യുകയും എന്നെ കൂടുതൽ എനിക്കൊരു ധൈര്യം ഉണ്ടാക്കി തരികയും ചെയ്യുന്നൊരു കാര്യമാണ്. ദിലീപിനെ പോലെയുള്ള നമ്മൾ ഡിസേബിൾഡ് ആണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാവും നമ്മുടെ ചുറ്റിൽ. എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു മെസ്സേജ്? എന്താണ് ദിലീപിന്? ഇല്ല, നമ്മളെല്ലാവരും എല്ലാ സമയത്തും നമ്മൾ ഒരു ഡ്രോബാക്ക് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മളതിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഒറ്റ ചാൻസേ ഉള്ളൂ ലൈഫിൽ. ആ ചാൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയാണ്. അപ്പോൾ നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ, അത് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക, അത്രയാണ്. അപ്പോൾ ദിലീപിന് ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം മനീഷ, KCN ന്യൂസ്, കാസർഗോഡ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യ ബന്ധം നാളെയുടെ കാവൽക്കാരായ കുരുന്നുകൾക്ക് പകർന്നേകി ഇടയിലക്കാട്ടിൽ ലോക ജൈവ വൈവിധ്യ ദിനാചരണം. കാസർഗോഡ് ജില്ലാ ജൈവ വൈവിധ്യ ബോർഡും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ നേതൃത്വത്തിൽ വലിയപറമ്പ് പഞ്ചായത്തിലെ ഇടയിലക്കാട് കാവിലും ALP സ്കൂളിലുമായി കാവിന് കാവല എന്ന പേരിലാണ് ജില്ലാതല പരിപാടി സംഘടിപ്പിച്ചത്. ഇടയിലക്കാട് സ്കൂളിൽ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ മരം പരിപാടിയുടെ ഭാഗമായിട്ട് നട്ടിരിക്കുന്ന മരവും അതിലൊരു തളിര് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതിലൊരു പക്ഷിക്കൂട് കിട്ടുന്നതിൽ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. നമ്മുടെ നട്ട ചെടിയിൽ ഒരു പൂമ്പാറ്റ ഇരിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ 1000 കുട്ടികൾ നട്ട 1000 ചെടികളിൽ 1000 പൂമ്പാറ്റയും പക്ഷികളും ഒക്കെ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം
അത് ഭൂമിക്ക് നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി അല്ലെ, ഭൂമിക്ക് മൊത്തം ജീവജാലങ്ങൾക്ക് നൽകുന്ന ഒരു സന്തോഷം. കെ ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. കാവുകളിലെ ജൈവവൈവിധ്യവും സംരക്ഷണ പ്രവർത്തനങ്ങളും, കൂക്കാൽ ജൈവവൈവിധ്യ ദിന പ്രമേയം പദ്ധതിയുടെ ഭാഗമാവാം, കാവിനെ അറിയാൻ തുടങ്ങിയ വിഷയങ്ങളിൽ ഡോക്ടർ വി സന്തോഷ് കുമാർ, എ അനിൽകുമാർ, ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ എന്നിവർ ക്ലാസുകളെടുത്തു. തുടർന്ന് ഇടയിലക്കാട് കാവിൽ ജൈവവൈവിധ്യ സമ്പത്തുകൾ നേരിട്ട് കണ്ടറിയുവാൻ ക്ലാസ്സിൽ പങ്കെടുത്ത വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളും BMC അംഗങ്ങളും ജനപ്രതിനിധികളും ഇടയിലക്കാട് കാവിലെത്തി. ചടങ്ങിൽ വലിയ പറമ്പ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രദീപൻ, ജില്ലാ കോർഡിനേറ്റർ പി അഖില എന്നിവർ സംസാരിച്ചു. ദിനാചരണ ഭാഗമായി വിദ്യാർത്ഥികളും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് ഇടയിലക്കാട് കാവ് ശുചീകരിക്കുകയും വാനവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മംഗളൂരു യൂണിറ്റി അക്കാദമി ഓഫ് എഡ്യൂക്കേഷന്റെ ബിരുദദാനവും ഡിപ്ലോമാദാന ചടങ്ങും നടന്നു. മംഗളൂരുവിലെ ഉറുവ ചർച്ച് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. BScയുടെ 20-21 ബാച്ചുകൾ, 4th ബാച്ച് ഓഫ് നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിന്റെ 4ാമത്തെ ബാച്ച്, GNMന്റെ 32ാമത് ബാച്ച്, അലൈഡ് ഹെൽത്ത് സയൻസിന്റെ 1ാം ബാച്ച്, പാരാമെഡിക്കൽ സയൻസിന്റെ 7-8 ബാച്ചുകൾ എന്നിവയുടെ ബിരുദ ഡിപ്ലോമ ദാനമാണ് നടന്നത്. ഡോക്ടർ ജസീന്ത ഡിസൂസ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇഫ്തിഖാർ ഫരീദ് വിശിഷ്ടാതിഥിയായിരുന്നു. അലൈഡ് ഹെൽത്ത് നഴ്സിംഗ് വൈസ് പ്രിൻസിപ്പൽ സീമ ലോബോ സ്വാഗതം പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജായെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുകയും കോളേജിനെക്കുറിച്ചും അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നുമുള്ള നേട്ടങ്ങളെക്കുറിച്ചും അവലോകനം നടത്തി സംസാരിക്കുകയും ചെയ്തു. ചെയർമാൻ ഡോക്ടർ CP ഹബീബ് റഹ്മാൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്ഫാഖ് M ഹബീബ് എന്നിവർക്കൊപ്പം മുഖ്യാതിഥി, വിശിഷ്ടാതിഥി എന്നിവരിൽ നിന്നും ബിരുദധാരികൾ അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും ഏറ്റുവാങ്ങി. 41 പേർക്കുള്ള ഡിപ്ലോമ ദാനവും 106 പേർക്ക് ബിരുദദാനവുമാണ് നടന്നത്. പ്രൊഫസർ G ചിത്ര, പ്രസി ജാനറ്റ് റോഡിഗ്രസ്, ദേവരാജ്, സുഷ്മിത, ജോയലിൻ ഡിസൂസ, അക്ഷത കൊടിയൻ എന്നിവർ സംസാരിച്ചു. ഫാക്കൽറ്റികളുടെയും വിശിഷ്ട വ്യക്തികളുടെയും അകമ്പടിയോടെ ബിരുദധാരികളുടെ പ്രൗഢഗംഭീരമായ ഘോഷയാത്രയോടെയാണ് പരിപാടി ആരംഭിച്ചത്. ബിരുദ ഡിപ്ലോമാധാരികളുടെ വിവിധ സാംസ്കാരിക പരിപാടികളും നടന്നു. രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങി 1300ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നെല്ലിക്കുന്ന് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. കാസർഗോഡ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഭക്ഷ്യമേള കാസർഗോഡ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് റാഷിദ് പൂരണം അധ്യക്ഷത വഹിച്ചു. ഷഹന സലാം വിശിഷ്ടാതിഥിയായിരുന്നു. വാർഡ് കൗൺസിലർ വീണ അരുൺ ഷെട്ടി, സലീം ബഹ്റൈൻ, SMC ചെയർമാൻ ഇബ്രാഹിം ചൌക്കി, PTA വൈസ് പ്രസിഡന്റ് TM മൻസൂർ, HMP സവിത, VHSC പ്രിൻസിപ്പാൾ RS ശ്രീജ, സാബിറ എവറസ്റ്റ്, കുശലകുമാരി, ഖബറുന്നീസ കടവത്ത്, ഹസൈനാർ തളങ്കര, അബ്ദുൾ റഹ്മാൻ ബാങ്കോട്, ഖമറുദ്ദീൻ തളങ്കര, ഷാഫി തെരുവത്ത്, സൂര്യനാരായണ ഭട്ട്, റാഫി കുന്നിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ജനറൽ കൺവീനർ M രാജീവൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ CK മദനൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കാസർഗോഡിന്റെ തനത് വിഭവങ്ങൾ രുചിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമുണ്ടായി. സ്റ്റാൾ ഒരുക്കിയ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള സർട്ടിഫിക്കറ്റുകൾ നഗരസഭാംഗം വീണ അരുൺ ഷെട്ടി വിതരണം ചെയ്തു. സ്റ്റേജിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ രാമവില്യം കഴകവുമായി അഭേദ്യബന്ധമുള്ള കൂലേരി പടിഞ്ഞാറേ വീട് തറവാട് ദേവസ്ഥാനത്ത് കളിയാട്ടം മെയ് 24 മുതൽ 26 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കളിയാട്ടത്തിന്റെ ഭാഗമായി 24-ന് തറവാട്ടംഗങ്ങളുടെ കലാസന്ധ്യ അരങ്ങേറും. 25-ന് വൈകുന്നേരം 6 മണിക്ക് ദീപാരാധനയോടെ കളിയാട്ടത്തിന് ആരംഭം കുറിക്കും. 7 മണിക്ക് വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാട് നടക്കും. തുടർന്ന് കുറത്തിയമ്മ അരങ്ങിലെത്തും. 26-ന് പുലർച്ചെ കുടിവീരനും രാവിലെ രക്തചാമുണ്ടി, കുണ്ടൂർ ചാമുണ്ടി, വിഷ്ണുമൂർത്തി തെയ്യക്കോലങ്ങളും തുടർന്ന് ധർമ്മദൈവമായ വല്ലാർകുളങ്ങര ഭഗവതിയും അരങ്ങിലെത്തും. ഉച്ചയ്ക്ക് അന്നദാനവും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മെയ് 24, 25, 26 തീയതികളിൽ ത്യാഗരൂപം കൊണ്ടാടുകയാണ്. കളിയാട്ടത്തോടനുബന്ധിച്ച് 24-ാം തീയതി വെള്ളിയാഴ്ച കുടുംബാംഗങ്ങളുടെ കലാപരിപാടി അരങ്ങേറും. പ്രസിഡന്റ് KPV കൃഷ്ണൻ, സെക്രട്ടറി KV ഷിബു, പ്രചാരണ കമ്മിറ്റി ചെയർമാൻ KV സജിത്, കൺവീനർ KPV വിദ്യാധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
കാസർഗോഡ് ജില്ലാതല യോഗ ഒളിമ്പ്യാഡ് മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. DD ദിനേശ് V ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലാതല യോഗ ഒളിമ്പ്യാഡ് DD ദിനേശ് V ഉദ്ഘാടനം ചെയ്തു. ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ രഘുറാം ഭട്ട് അധ്യക്ഷനായി. DPC SSK ബിജുരാജ് മുഖ്യാതിഥിയായി. ഹോസ്ദുർഗ് AEO ഗംഗാധരൻ P, PTA പ്രസിഡന്റ് ജയൻ G, യോഗ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം MV നാരായണൻ, ബാബുരാജ് K എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ HM അനിൽകുമാർ K സ്വാഗതവും യോഗ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അശോക് രാജ് P നന്ദിയും പറഞ്ഞു. 2 വ്യത്യസ്ത ഗ്രൂപ്പുകളായാണ് മത്സരങ്ങൾ നടന്നത്. അപ്പർ പ്രൈമറി തലം, സെക്കൻഡറി തലം, സർക്കാർ, എയ്ഡഡ്, CBSE വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. NCPS കാസർഗോഡ് ജില്ലാ നേതൃയോഗം കാഞ്ഞങ്ങാട്ട് നടന്നു. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് 5 ഘട്ടം പിന്നിട്ടപ്പോൾ ഇടത് ജനാധിപത്യ മതേതര പാർട്ടികളടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി രാഷ്ട്രീയം മാറുകയാണെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. NCPS കാസർഗോഡ് ജില്ലാ നേതൃയോഗം കാഞ്ഞങ്ങാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ രാഷ്ട്രീയ പാർട്ടികളും ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചു ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഓരോ ഘടകങ്ങളും ഏത് തരത്തിലാണ് പ്രവർത്തിച്ചത് എന്നീ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സാധാരണമായും അങ്ങനെ ചെയ്യേണ്ട ഒന്നാണ്. നമ്മളും അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് സംസ്ഥാന തലത്തിലുള്ള അവലോകന യോഗം ചേരുകയുണ്ടായി. ആ അവലോകന യോഗത്തിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനത്തിനും ആവേശത്തിനും നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി KR രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ജനറൽ സെക്രട്ടറി PK രവീന്ദ്രൻ, സെക്രട്ടറി C ബാലൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഉദനൂർ സുകുമാരൻ, സുബൈർ പടുപ്പ്, സിദ്ദിഖ് കൈക്കമ്പ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റുമാരായ മഹ്മൂദ് കൈക്കമ്പ, രാഹുൽ നിലാങ്കര, ഉബൈദുള്ള കടവത്ത്, ജോസഫ് വടകര എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ജില്ലാ ജനറൽ സെക്രട്ടറി T നാരായണൻ മാസ്റ്റർ സ്വാഗതവും OK ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. NCPS നേതാക്കളുടെ മക്കളിൽ നിന്ന് SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ മന്ത്രി AK ശശീന്ദ്രൻ ഉപഹാരം നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സിനിമ അഭിനയം തുടർന്നു കൊണ്ടുപോകുവാൻ ആഗ്രഹമില്ലെന്ന് പ്രശസ്ത മജീഷ്യനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഗോപിനാഥ് മുതുകാട്. മോണിക്ക AI സ്റ്റോറി സിനിമയുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ സംഘടിപ്പിച്ച പ്രസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമാ അഭിനയം തുടർന്നു കൊണ്ടുപോകാൻ താൽപ്പര്യമില്ല എന്ന പ്രശസ്ത മജീഷ്യനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഗോപിനാഥ് മുതുകാട്. അദ്ദേഹം പ്രധാന വേഷമായി അഭിനയിച്ച മോണിക്ക AI സ്റ്റോറി സിനിമയുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ സംഘടിപ്പിച്ച പ്രസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമയുടെ സംവിധായകനായ EM അഷ്റഫുമായുള്ള ആത്മബന്ധമാണ് ഈ സിനിമയിൽ അഭിനയിക്കാനിടയാക്കിയത്. ഡിസബിലിറ്റിയുള്ള കുട്ടിയുടെ കഥ പറയുന്നുവെന്നതും ഈ സിനിമയിൽ അഭിനയിക്കാൻ മറ്റൊരു കാരണമായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഉള്ള വിഷയം എന്ന് പറയുന്നത് ഇതായതുകൊണ്ടാണ് നമ്മൾ ഡിസബിലിറ്റി എന്ന് പറയുന്നൊരു മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടും പിന്നെ അത് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇത്തരം ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടി എങ്ങനെ അടിസ്ഥാനപരമായിട്ട് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധി തന്നെയാണ്. മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് അപ്പുറത്തേക്ക് അത് പോയി ഇൻ കേസ് അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോകുകയാണെങ്കിൽ മനുഷ്യൻ തന്നെ പിടിച്ചു നിർത്തുന്ന ഘട്ടം വരുന്നത് വളരെ ഉറപ്പാണ്. പിന്നെ ഒന്നുള്ളത് ഏത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെങ്കിലും വികാരം എന്ന് പറയുന്ന സാധനം നമ്മൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് മാത്രമേ ഉണ്ടാവൂ.
അതുകൊണ്ട് ആ വികാരത്തിന്റെ അപ്പുറത്തേക്ക് മറികടക്കാൻ വേണ്ടിയിട്ടൊന്നും വരാൻ പോകുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സംവിധായകനും മാധ്യമപ്രവർത്തകനുമായ EM അഷ്റഫ്, അഭിനേതാക്കളായ സിനി എബ്രഹാം, കണ്ണൂർ ശ്രീലത, PK അബ്ദുള്ള എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് TK നാരായണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും ട്രഷറർ ഫസ്ലു റഹ്മാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ മഴ ശക്തം. കാര്യങ്കോട് പുഴയുടെ കരകളിലുള്ളവർ ജാഗ്രത പാലിക്കണം. വീരമലക്കുന്ന് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിച്ച സംഭവം. പ്രതിക്കായി കർണാടകത്തിന് പുറമെ ഗോവ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. വൈദ്യുതി, വെള്ളം എന്നീ സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വനിതകൾക്കായി നിർമ്മിച്ച വിശ്രമ കേന്ദ്രം ഉടൻ തുറന്നു നൽകും. അകക്കണ്ണിന്റെ വെളിച്ചം കൊണ്ട് ഇന്ത്യയെ തൊട്ടറിഞ്ഞ് കാസർഗോഡ് സ്വദേശി ദിലീപ്. യാത്രയെ സ്നേഹിക്കുന്ന ദിലീപ് കാഴ്ചാ പരിമിതിയെ വകവയ്ക്കാതെ താണ്ടുന്ന ദൂരങ്ങളേറെ. ഇടയിലക്കാട്ടിൽ ലോക ജൈവ വൈവിധ്യ ദിനാചരണം സംഘടിപ്പിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ E ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നെല്ലിക്കുന്ന് സ്കൂൾ ഫോർ ഗേൾസിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.